ഒരുമിച്ച് എല്ലാരും കൂടെ. Happy birthday to you. Happy birthday dear Amma. യെസ്, അടിപൊളി. ഈ ഒരു കൈറ്റിലെല്ലാം കിട്ടിയ പോലെ അല്ലേ? നമ്മുടെ മകൻ ജയിച്ചു വരണമെന്ന് ഒരു ആഗ്രഹമില്ലാത്ത ആരും ഉണ്ടാവില്ല. ഇല്ല ഇല്ല. അത് ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ നമുക്ക് ഉറപ്പായി. പൂച്ചക്കുട്ടിയായിട്ട് വന്നൊരു പുലി, അത് ചീറ്റപ്പുലിയായിട്ട് മാറിയ ഒരു വ്യക്തി ഞങ്ങളുടെയൊക്കെ ഇൻസ്പിറേഷൻ ആണ്. സോ വെൽക്കം. ഭയങ്കര സന്തോഷം. പലരും ബിഗ് ബോസിൽ പോയിട്ടാണ് മാറിയത്, ബിഗ് ബോസിൽ പോവാതെ മാറിയ ആളാണ്. നല്ലൊരു കൈ കൊടുത്തേ. അതെ അതെ അതെ, ജിന്നപ്പനെ തീർച്ചയായിട്ടും എന്റെയൊക്കെ ഇൻസ്പിറേഷൻ തന്നെ, പറയാതിരിക്കാൻ പറ്റത്തില്ല. ജിനചേട്ടന്റെ കല്യാണം കൂടണ്ടേ? വേണ്ടേ? എപ്പോഴാ കൂടണ്ടേ? ഇരിക്കുന്നവരൊക്കെ കല്യാണം കൂടാനുള്ളവരാണ്. ജിൻഡോയുടെ പ്രസംഗത്തെ വലിയ എന്താണ് സുഭാഷിതം എന്ന രീതിയിലാണല്ലോ ആൾക്കാർ പറയുന്നത്. അയാൾ ഭയങ്കര മോട്ടിവേഷൻ ആണ് ആൾക്കാർ പറയുന്നത്. അപ്പൊ പിന്നെ ജാസ്മിനെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നത് എന്താണ്? നല്ല മത്സരാർത്ഥി തന്നെയായിരുന്നു ജാസ്മിൻ, ഇല്ല നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. ഒരു ടിഷ്യൂ തരട്ടെ? ടിഷ്യൂ ഒന്നും വേണ്ട. കാക്ക എപ്പോഴും ചെലവില സംസാരിച്ചോണ്ടിരിക്കുന്നത്, എപ്പോഴും ഫുൾ അടിപൊളി. പേഴ്സണൽ ഫേവറേറ്റ്സ് പലരും ഉണ്ടായിരുന്നു നമുക്ക്. മാറും തീർച്ചയായിട്ടും. നമ്മള് വിജയികളെ അംഗീകരിച്ചേ പറ്റും, അതൊരു നഗ്ന സത്യമാണ്. രാത്രി മാത്രം ഉറങ്ങാതിരുന്ന് ഉറക്കം ഉളച്ചിരുന്ന് ഗെയിം പ്ലാൻ ഒക്കെ ചെയ്ത് കളിക്കുന്ന ഒരാൾ അങ്ങനെ ഉണ്ടായിരുന്നു അവിടെ. ജയിക്കാൻ വേണ്ടി എന്ത് വൃത്തികെട്ട കളിയിൽ ഏതറ്റം വരെയും പോകുന്ന ഒരു ഗെയിമർ അങ്ങനെ ഉണ്ടായിരുന്നു. അത് കളിക്ക് വേണ്ടി ഏതറ്റം വരെ പോകുന്നു. അതെ, പകുതി പണം കൊണ്ട് വീട് പണിയാം, ബാക്കി പകുതി പണം പലിശരഹിതമായി EMI സ്കീമിൽ 50 മാസം കൊണ്ട് തിരിച്ചടച്ചാൽ മതി. ബയത് ഹോംസ് ഫോർ ബിൽഡേഴ്സ്, കേരളാസ് ലീഡിംഗ് ടെക് എനേബിൾഡ് ഹോം ബിൽഡേഴ്സ്. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടുക. ഒരുപക്ഷെ ആദ്യമായിട്ടാണ് ബിഗ് ബോസ്, മലയാളം ബിഗ് ബോസ് ചരിത്രത്തിൽ ഒരു വിന്നറിന്റെ നാട്ടിൽ വെച്ചിട്ട് ഇതുപോലെ ഗ്രീറ്റ് ആൻഡ് മീറ്റ് ഒരു പ്രോഗ്രാം നടക്കുന്നത്. പക്ഷേ അതിനേക്കാൾ ഏറെ സവിശേഷമായിട്ടുള്ള കാര്യത്തിലേക്ക് കൂടിയാണ് ഇന്ന് നമ്മൾ കൂടിയിട്ടുള്ളത്. അതിലോട്ട് കിടക്കട്ടെ ആ ഒരു പെർമിഷന് വേണ്ടി ഒരു കൈയടി തന്നെ തുടക്കത്തിലെ തന്നെ. കാരണം ജിനുചേട്ടൻ ബിഗ് ബോസ് ഹൗസിനകത്തോട്ട് വരുന്ന സമയത്ത് പലതരത്തിലുള്ള വിശേഷങ്ങൾ നമ്മൾ കണ്ടു. അത്തരത്തിൽ മണ്ടൻ എന്നുള്ള വിളിച്ചപ്പോഴും ആരോടും പരാതിയോ പരിഭവവും ഇല്ലാതെ ഒരാളോട് മാത്രമാണ് ജിനുചേട്ടൻ ക്യാമറ നോക്കി പറഞ്ഞത്, അമ്മയുടെ മകൻ മണ്ടനല്ല എന്നുള്ളത്, അല്ലെ? അതേ അമ്മയുടെ ജന്മദിനമാണ് ഇന്ന് നിങ്ങളുടെയൊക്കെ സാന്നിധ്യത്തിൽ വെച്ച് ഇതേ വേദിയിൽ ആഘോഷിക്കാൻ പോകുന്നത്. സോ ഏറ്റവും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാണ് ക്രിസ്ത്യൻ. അതിനു മുമ്പായിട്ട് അമ്മയ്ക്ക് വേണ്ടി സ്പെഷ്യൽ വീഡിയോ പ്ലീസ്. നിരന്തരം ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ആളാണ്. ചെറുപ്പം 3 കുഞ്ഞുങ്ങൾ കഷ്ടപ്പെട്ട് വളർന്ന സമയത്തും ഓരോ പണിയെടുക്കുന്ന സമയത്തും ദൈവമേ എന്ന് രക്ഷപ്പെടണേന്ന് ദൈവത്തോട് നിരന്തരം പ്രാർത്ഥിച്ച് ആണ് ഒരു ജോലി ചെയ്യുമ്പോഴും പ്രാർത്ഥനയിൽ ഒരു കുറവുണ്ടായില്ല. വളർന്നു വന്ന കാലം തുടങ്ങി ഒത്തിരി കഷ്ടപ്പെടുന്ന അധ്വാനത്തിന്റെ ഫലമാണ് ഈ നിലയിലെത്തി. ശരിക്കും അധ്വാനത്തിൽ നിന്ന് മാത്രമാണ് അവൻ രക്ഷപ്പെട്ട് പോന്നേക്കണത്. അപ്പം ഓരോ സമയത്തും ഞങ്ങൾക്ക് വളരെയേറെ വിഷമം തോന്നാറുണ്ട്. എന്തുമാത്രം കഷ്ടപ്പാടാ, രാപകല്ലാത്ത കഷ്ടപ്പാടുള്ളൂ. അത് എന്ത് കാര്യം ഉണ്ടെങ്കിലും അവൻ എന്നോട് പറയും. ചെറുപ്പം മുതൽ അങ്ങനെയാ, എല്ലാം എടുക്കുകയൊക്കെ ചെയ്യും, പറയാണ്ടൊന്നും ചെയ്യില്ല. അങ്ങനെയായിരുന്നു. കുഞ്ഞിപ്രായം മുതൽ അവൻ എല്ലാത്തിനും വലിയ സപ്പോർട്ടാണ്. തീർച്ചയായിട്ടും അടിമാലി അല്ലെ, മാണിക്യമംഗലം ദേവസ്യക്കുട്ടിയുടെയും ഒപ്പം സിസിലിക്കുട്ടിയുടെയും ഒരു പ്രിയ മകനായിട്ട് ഇവിടെ എത്രത്തോളം ബാനോളം അഭിമാനമായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അല്ലെ, തീർച്ചയായിട്ടും അതിനേക്കാൾ ഏറെ സന്തോഷം വരുന്നത് വിന്നറായിട്ട് തന്റെ ആഘോഷരാവിലുള്ള അതേ വേദിയിൽ തന്നെ അതേ അമ്മയുടെ ജന്മദിനം ആഘോഷിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമാണോ? ആ സന്തോഷ കയ്യടിയിലൂടെ ഒന്ന് കൊടുത്തേ. ഏറ്റവും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാം. ഒരു നിറഞ്ഞ കടി എല്ലാവരും കൂടി ഒന്ന് റിക്വസ്റ്റ് ഓൾ ഒന്ന് എഴുന്നേറ്റ് നിന്നുകൊണ്ട് തന്നെ നമ്മുടെ ഒരു സ്നേഹ ആദരവോടുകൂടി തന്നെ അമ്മയെ സ്വാഗതം ചെയ്യണം. ഒരുപക്ഷെ അമ്മ നൽകിയ ആ ഒരു പ്രാർത്ഥനയും നന്മയും ഒക്കെ തന്നെയാണ് തീർച്ചയായിട്ടും ജിനുചേട്ടന്റെ ജീവിതത്തിലും പ്രകാശമായിട്ട് നിൽക്കുന്നതെന്നുള്ളത് പറയാതെ വയ്യ. ഈ ഒരു മൊമെന്റിൽ അല്ലെ, ഇത്രത്തോളം ധന്യമാക്കുന്നതിലും ഇരട്ടി മധുരമാക്കുന്നതിലും ഈ ഒരു സാന്നിധ്യത്തിലേക്ക് ഏറ്റവും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാണ് രതിഷേട്ടൻ. അഭിഷേക്, എന്റെ അമ്മയുടെ വീട്ടിലെ 7 മക്കളായാലും അമ്മയുടെ 7 മക്കളില് മൂത്താണ് എന്റെ അമ്മ. അവരെ അനിയത്തിമാരും ആങ്ങളമാരും ബന്ധുക്കാരൊക്കെ വന്നിട്ട് ഒന്ന് കയറി വരും. ചാച്ചമാരോ ഒപ്പം തന്നെ അമ്മയുടെ പ്രോഗ്രാമിനാണ്. സോ അഭിഷേകിന്റെ അമ്മ കൂടി ബാബാ അമ്മച്ചിയുടെ സ്വന്തം ആങ്ങളെയും സഹോദരങ്ങൾ ഇവിടെയുണ്ട്. അതിനൊപ്പം തന്നെ ഗിരിജന്റെ യാത്രയിൽ ഒപ്പം കട്ടയ്ക്ക് കൂടെ നിൽക്കുന്ന പ്രിയ സുഹൃത്ത് കൂടി ഇവിടെയുണ്ട്, വിനുചേട്ടൻ. സോ പ്ലീസ് വിനുചേട്ടനോട് ഏറ്റവും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാണ്. വിനു
സോ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ജിനുജയുടെ അടുത്തുള്ള ഈ ഒരു യാത്രയിൽ അത്രത്തോളം സഹയാത്രികനായിട്ട് അല്ലെ, നമ്മൾ പറയും ഈ സുഖദുഃഖങ്ങളിലോ അല്ലെങ്കിൽ എന്ത് വന്നാലും കട്ടയ്ക്ക് കൂടെ നിൽക്കുന്ന ചങ്ക് പ്രോ എന്നുള്ളത് അല്ലെ, അത്രയും കട്ട ചങ്കാണ്. സോ അല്ലെ, തീർച്ചയായിട്ടും ഈ ഒരു സന്തോഷം മൈൽ സ്റ്റോൺ മേക്കേഴ്സിന്റെ ഫാമിലിയുടെ ഒരു സന്തോഷം കൂടി ഒരു സമയം അറിയിക്കുകയാണ്. അതിനു വേണ്ടിയിട്ട് CEO മാനേജിംഗ് ഡയറക്ടർ മിസ്റ്റർ ഷാൽബിൻ വിനയൻ കേട്ട് തന്നെ സ്വാഗതം ചെയ്യുന്നു. അപ്പച്ചന്റെ പാട്ട് വരും, അപ്പച്ചന്റെ വിഷസ് വരും അല്ലെ. സോ എന്തായാലും എനിക്ക് തോന്നുന്നു ഈ ബർത്ത്ഡേ കാര്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഏറ്റവും കൂടുതൽ ബർത്ത്ഡേ ആഘോഷിച്ചത് ശരിക്കും അപ്പച്ചന്റെ ഒപ്പം ആയിരിക്കും അല്ലെ. ദേവസ്വകുട്ടി അപ്പച്ചന്റെ ഒപ്പം തന്നെയായിരിക്കും. എനിക്ക് ഇതുവരെ കണ്ട ബർത്ത്ഡേയോ ആഘോഷങ്ങളെക്കാൾ മേലെ കുറച്ചൊന്ന് ഇമോഷണൽ ആയിട്ടൊരു സന്തോഷം തോന്നുന്നുണ്ട് അപ്പച്ചന് ഇപ്പൊ ഇല്ലേ? ഉണ്ട്. എന്താ ഫീൽ ചെയ്യുന്നത് ഇപ്പൊ? നമ്മുടെ മോൻ ഇപ്പൊ ഇന്നായത് പറഞ്ഞതിന്റെ ഒരു സന്തോഷവും നമ്മുടെ വൈഫിന്റെ ബർത്ത്ഡേ രണ്ടും നടത്തുന്ന ഭയങ്കര സന്തോഷം. ഇതിൽ പരം സന്തോഷിക്കാൻ വേറെ എന്ത് വേണം അല്ലെ? യെസ്. അപ്പൊ തീർച്ചയായിട്ടും നൈഫ് ഇവിടെ എത്തിയിട്ടുണ്ട്. കട്ട് ചെയ്യുന്നേക്കാൾ മുമ്പ് ഇവിടെ ഒരാള് കുറച്ച് ഇമോഷണൽ ആയിട്ട് നിൽക്കുന്നുണ്ട്. ഇതുവരെ ഇങ്ങനെ ഒരു ബർത്ത്ഡേ കിട്ടിയിട്ടുണ്ടോ? ഇല്ല, ഇതുപോലെ കിട്ടിയിട്ടില്ല. ഇല്ല. വീട്ടില് കേക്കൊക്കെ നോക്കിയാ എന്തായാലും ജിന്ദു ചേട്ടൻ അത്യാവശ്യം സർപ്രൈസ് തരുന്ന ഒരാളാണെന്ന് അറിയാം അല്ലെ. ഇടയ്ക്ക് ആഘോഷിക്കുന്നു അല്ലെങ്കിൽ അമ്മയെ അപ്പച്ചനെയും അത്രത്തോളം പൊന്നുപോലെ കൊണ്ടു നടക്കുന്ന ഒരാളാണെന്ന് അറിയാം. അപ്പൊ പക്ഷെ ഈ ഒരു ആഘോഷം വ്യത്യസ്തമാണ് ഉണ്ട്. അതും നാട്ടിലും അതുപോലെ തന്നെ ഇത്രത്തോളം പ്രിയപ്പെട്ടവരും സഹോദരങ്ങളും സുഹൃത്തുക്കളും ഒക്കെയുള്ള അല്ലെ വേദി കൂടിയാണ്. അതെ, എല്ലാവരും കൂടി ഇങ്ങനെ ഒരു ആഘോഷം കിട്ടിയത് സമയമുള്ള മോൻ വിപ്പോസിൽ പോയി ജയിച്ചു വന്ന കാരണം എനിക്ക് ഈ വേദിയിൽ ഇങ്ങനെ വന്ന് നിൽക്കാനും ബർത്ത്ഡേ ആഘോഷിക്കാനും എല്ലാത്തിനുള്ളൊരു അവസരം കിട്ടി. ഇതൊരുക്കി തന്ന എല്ലാവരോടും നന്ദിയും പറയുന്നു. അങ്ങനെ വലിയൊരു സന്തോഷം. ബിഗ് ബോസ് ഹൗസിനകത്ത് നിൽക്കുമ്പോ അമ്മയുടെ ശരിക്കും ഏറ്റവും വലിയ പ്രാർത്ഥന എന്തായിരുന്നു? ജയിക്കണം, തളർന്നു ആണ്. കുറച്ച് പേര് ഒന്ന് ഇപ്പുറ സൈഡിലൂടെ ഒന്ന് നിൽക്കാവോ? ഇപ്പുറത്തെ കൂടി ഒന്ന് ഒരുമിച്ച് ഒന്നുകൂടി എല്ലാവരും കൂടി ഒരുമിച്ച് കാണാൻ ഒറ്റ ഫ്രെയിം കാണാൻ വേണ്ടിയിട്ടാണ്. സോ ആ പ്രാർത്ഥന ശരിക്കും അല്ലെ ആഗ്രഹിച്ചു? പ്രാർത്ഥന ഉണ്ടായിരുന്നു. എന്റെ മോൻ ജയിച്ചു വരണേ എന്നുള്ളൊരു പ്രാർത്ഥന ഒരുപാട് വലുതായിരുന്നു. ഞാൻ എത്ര തളർന്നു വരുമ്പോഴും വളരെയേറെ വിഷമം തോന്നും. എങ്കിലും വീണ്ടും പിന്നെ ഒരു സ്ഥലത്ത് അങ്ങനെ തളരാ, എന്നാലും പിന്നെയും ഒന്ന് കയറി വരും. എത്ര തളർന്നു പോയാലും പിറ്റേ ദിവസം ഒരു ദിവസമൊക്കെ തളർന്നിരുന്നാലും പിന്നെയും രക്ഷപ്പെട്ട് പോന്നോളൂ എന്നുള്ളൊരു വിശ്വാസം ഉണ്ടായി. ആ പ്രാർത്ഥനയ്ക്കൊപ്പം വഴിപാടുകളൊക്കെ ഉണ്ടായിരുന്നോ? വഴിപാടുകളും ഉണ്ടായി. നേർന്നോ പോയിട്ട് തിരിച്ച്? ആ വഴിപാടുണ്ട്, ചെല്ലണം, കഴിക്കണം. ഞാനത് ചോദിക്കാൻ പറഞ്ഞത്, മുട്ടടിക്കാൻ നേർന്നിട്ടുണ്ടോ? മുട്ടടിക്കാൻ നേർന്നില്ല. ഞാൻ എന്തെങ്കിലുമൊക്കെ ഇറങ്ങി പോകാനുള്ള മുട്ടയടച്ച മോശമാവില്ല. എന്തായാലും ഒന്ന് അപ്പച്ചൻ ഒന്ന് കയറി നിന്ന് ജിനുചേട്ടൻ ഒന്ന് കേക്കിന്റെ അവിടെ ഒന്ന് കയറി നിന്നോളൂ. ഇവിടെ എനിക്ക് തോന്നുന്നു ജിനുചേട്ടന്റെ ജീവിതത്തിൽ എന്തൊക്കെ ഗിഫ്റ്റ് കിട്ടിയാലും അതൊക്കെ ആർക്ക് വേണ്ടി ചെയ്യണമെന്നൊരു ചോദ്യത്തിന് ഉത്തരം ഉണ്ടെങ്കിൽ ആ ഉത്തരങ്ങളാണ് ഈ നിൽക്കുന്ന രണ്ടുപേര് അല്ലെ. കാര്യത്തിൽ ഒരു സംശയമില്ല എന്നുള്ളത്. സോ അതേ വേദി തന്നെയാണ് ഈ ദിവസം അമ്മയുടെ ജന്മദിനം നാട്ടിൽ തന്നെ ഇത്രയും ആഘോഷരാവ് സംഘടിപ്പിക്കാൻ പറ്റുന്നു എന്നുള്ളതും ഒരു ഇരട്ടി മധുരമാണ്. അമ്മയോട് കൊടുക്കാനുള്ള, അമ്മയുടെ പ്രാർത്ഥനകൾക്ക് കൊടുക്കാനുള്ള മറുപടി എന്താ ശരിക്കും? നമ്മൾ ചെറുപ്പം മുതൽ എന്ന് പറഞ്ഞാൽ അമ്മയുടെ ഒരു ബർത്ത്ഡേക്ക് ഒരു കേക്ക് പോലും ഞങ്ങൾ കട്ട് ചെയ്യാറില്ല, ശരിക്കും ചെയ്തിട്ടില്ല. അപ്പോൾ ഇപ്പോഴൊക്കെയാണ് നമ്മൾ ചെയ്യണത്. ഈ സമയങ്ങളിലൊക്കെ ഞങ്ങൾക്ക് ഈ പ്രായമൊക്കെ ആകുമ്പോൾ ഞങ്ങൾ മേടിച്ചു കൊടുത്തിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു സാധനം പോലും നമ്മൾ ആഘോഷിച്ചിട്ടില്ല. അപ്പോൾ അമ്മയ്ക്ക് സത്യം പറഞ്ഞാൽ അമ്മയ്ക്ക് സുഖമില്ലാണ്ടിരിക്കുന്ന ആളാണ്. അപ്പോൾ ജീവിതത്തിൽ നമുക്ക് സന്തോഷങ്ങൾ കൊടുക്കാനാണ് ഏറ്റവും കൂടുതൽ ഞാൻ ആഗ്രഹിക്കുന്നത്. അത്രേ ഉള്ളൂ. അല്ലാതെ സോ അന്ന് കട്ട് ചെയ്യാത്ത കേക്കുകൾക്കും ദിവസങ്ങൾക്കൊക്കെ വലിയ ഉത്തരം കൂടിയാണ് എന്നല്ലേ. അപ്പൊ തീർച്ചയായിട്ടും ഒന്ന് എല്ലാവർക്കും ഒന്ന് എഴുന്നേറ്റുന്നു. ഒരു പക്ഷേ നമ്മളെ ബർത്ത്ഡേ ആഘോഷങ്ങൾക്ക് റെക്കോർഡ് ചെയ്ത സോങ് വെക്കാറ് ഒന്ന് മാറ്റി പിടിച്ചാലോ നമുക്ക്? നിങ്ങൾ ഒക്കെ ഇത്രയും പേരുണ്ട്, ഇത്രയും ശബ്ദം ഒരുമിച്ച് നമുക്ക് ആ ഒരു അമ്മയ്ക്ക് വിശ്വസ് കൊടുത്താലോ? റെഡി? ഓക്കെ, കുറെ അധികം സിംഗേഴ്സ് ഉണ്ട്. ഞാൻ ലീഡ് ചെയ്യാൻ രതീഷേട്ട ഇവിടെ ഉണ്ടാവും എന്നുള്ള ധൈര്യത്തിലാണ് ഞാൻ നിൽക്കുന്നത്. ഓക്കെ, ആ മൈക്ക് ഒന്ന് രതീഷേട്ടാ മൈക്ക് പിടിച്ചോ. ആ വിശ്വസ് വരണം. ഹാപ്പി ബർത്ത്ഡേ. അമ്മ അപ്പ ജിന്ദു ചേട്ടൻ ഒരുമിച്ച് പിടിക്കൂ. Happy birthday to ഒരുമിച്ച് എല്ലാരും കൂടെ. Happy birthday to you. Happy birthday dear Amma. Happy birthday to you. Once more. Happy birthday to you. അപ്പത്തെ കേൾക്കുന്ന അമ്മയ്ക്ക് കൊടുത്തു.
അച്ഛനോടെ നല്ല കട്ട ചെയിനൊക്കെ ഇട്ട് വന്നിട്ടുണ്ട്. തിളങ്ങണ ചെയിനാണ് അല്ലേ? എന്നേഹ നമ്മുടെ മൈൽ സ്റ്റോൺ ഫാമിലിയുടെ സ്വന്തം മെമ്പറാണ്. യെസ്. പ്രിയപ്പെട്ട എല്ലാ പ്രിയ സഹോദരങ്ങളാണെങ്കിലും ഫാമിലി മെമ്പേഴ്സ് ആണെങ്കിലും താങ്ക് യു സോ മച്ച് എല്ലാവർക്കും. സഹോദരൻ കൂടി ഉണ്ട്. ഷാൽബിൻ. യെസ്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്കൊക്കെ അമ്മയ്ക്ക് കേക്ക് കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ടെന്ന് അറിയാം. അതിനുവേണ്ടി കേക്ക് ഒന്ന് സദസ്സിലോട്ട് തന്നെ എത്തും. ഒരുപാട് വലിയ കേക്കാണ്, എല്ലാവർക്കും കൊടുക്കാനുള്ള സൗകര്യമുണ്ട്. യെസ്. സോ താങ്ക് യു സോ മച്ച് എല്ലാവർക്കും. ഒത്തിരി നന്ദി. ഈ ഒരു വേദി ഇത്രത്തോളം തന്നെ മഹനീയമാക്കിയതിലും ഒത്തിരി സന്തോഷം. അമ്മ ജിൻഡുചേട്ടൻ്റെ ഒപ്പം ഒന്ന് സ്റ്റേ ബാക്ക് ചെയ്യണം. ബാക്കി എല്ലാവരും യെസ് ടേക്ക് യുവർ സീറ്റ്സ് പ്ലീസ്. പ്ലീസ് ബി സീറ്റഡ്. താങ്ക് യു സോ മച്ച്. എല്ലാവരും കൂടി ഇത്രയും വലിയ ഒരു ഫംഗ്ഷൻ ഇവിടെ നടത്തിയതിലും ബർത്ത്ഡേ ആഘോഷിക്കാൻ പറ്റിയതിലും വളരെ സന്തോഷം. എല്ലാവരോടും നന്ദി. ഒരു കൈയ്യടി, ഒരു നന്ദി. തീർച്ചയായിട്ടും ഒരു മറുപടി ഒരു സമയം വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും അമ്മയെ ഒന്ന് നിർത്തി സംസാരിക്കാം. നമുക്ക് കുറച്ചൊന്ന് ഇരുന്ന് സംസാരിക്കാൻ തോന്നുന്നു അല്ലെ? സന്തോഷം നിറഞ്ഞ നിമിഷം അല്ലേ അമ്മേ? അതാണ്. ഓക്കെ, ശരി. ഓക്കെ. തീർച്ചയായിട്ടും ഈ ഒരു സമയം അമ്മയെ കുറേയേറെ സംസാരിക്കാനുണ്ട്, കുറച്ച് ഇരുന്ന് സംസാരിക്കാനുണ്ട്. പക്ഷെ അതിന് മുമ്പായിട്ട് ജിൻഡോ ചേട്ടൻ ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് ഈ ഒരു സമയം അമ്മയ്ക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. സോ അത് കൊടുക്കണ്ടേ? വേണ്ടേ? ജിൻഡോ വേറെ ഒന്നല്ല, ഒരു ഫോണാണ്. അമ്മയുടെ ഫോൺ 5 വർഷമായി മേടിച്ചിട്ട്. അടിപൊളി. അമ്മ അതെന്നെ ഉപയോഗിച്ചോണ്ടിരിക്കണം. യെസ്, അടിപൊളി. ഈ ഒരു കൈറ്റിലാണ് കിട്ടിയാൽ പോലെ അല്ലേ? അതായിരിക്കും ഏറ്റവും നല്ലതെന്ന് പറയും. ഈ അമ്മയുടെ മോൻ പിന്നെയും ഞെട്ടിച്ചോണ്ടിരിക്കുകയാണ് അമ്മ. അല്ല, അമ്മയ്ക്ക് അത് വേണ്ട, അത് തന്നെ മതി എന്നുള്ള ഇതിലുണ്ട് മാറാൻ പറയും. അപ്പൊ ഇതാണ് കുഴപ്പമില്ല, ഉപയോഗിച്ചോളൂ. ഇതാണ് അതിന് പറ്റിയ നിമിഷം, സമയം അല്ലേ? യെസ്. അമ്മ അപ്പച്ചനെ ഇരിക്കും. തീർച്ചയായിട്ടും എപ്പോഴും ഈ മാതാപിതാക്കളുടെ സന്തോഷം എന്ന് പറയുന്നത് മക്കളുടെ വളർച്ചയാണ് അല്ലേ? അവരെ സന്തോഷമായിട്ടിരിക്കുക, അവരുടെ ഉയർച്ചയിൽ അത് തന്നെയാണ് ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുന്നത് മാതാപിതാക്കൾക്ക്. ആ ഒരു സന്തോഷത്തിന്റെ സമയം കൂടിയാണ് ഇപ്പോ. മൈക്കൊന്ന് അടുപ്പിച്ചു. മക്കളുടെ സന്തോഷമുള്ള നമ്മുടെ വിജയവും സന്തോഷവും എല്ലാം ഇപ്പൊ നമ്മൾ ഒരുപക്ഷെ ഈ അമ്മയും അപ്പച്ചനും കണ്ട ജിൻഡോ ചേട്ടനെ പല രൂപങ്ങളിലും ഭാവങ്ങളിലൊക്കെ മലയാളികൾ ലോകമെമ്പാടും ഇരുന്ന് കണ്ടിട്ടുണ്ട് അല്ലെ? പല രീതിയിലാണ് കണ്ടിട്ടുള്ളത്. ജിൻഡോ ചേട്ടന്റെ പല ഇഷ്ടപ്പെട്ട രീതികളൊക്കെ പലതാണ്. അതുവരെ കണ്ട ജിൻഡോ ചേട്ടനിൽ നിന്ന് മാറി ബിഗ് ബോസ് കണ്ടപ്പോ അതിനകത്തുള്ള ഒരു ജിൻഡോ ചേട്ടനുള്ള ഒരു മാറ്റം എന്തായിരുന്നു ശരിക്കും? അതുവരെ കാണാത്തൊരു ഏതെങ്കിലും സ്വഭാവമോ സംസാരങ്ങളോ? ഒരുപാട് ക്ഷമയോടുകൂടി മുന്നോട്ട് പോണത് കണ്ടു. ക്ഷമയില്ലാത്ത ആളായിരുന്നു. അതെ, ക്ഷമയുണ്ടായിരുന്നു, എങ്കിലും ഇത്രയും അങ്ങോട്ട് ക്ഷമിക്കില്ല. ഇല്ല, കുറച്ച് പാടായിരുന്നു. കുറേയും കൂടി കൂടുതൽ ക്ഷമയുണ്ടായി. ഇത് പെട്ടെന്ന് സംസാരിക്കുമ്പോ ദേഷ്യം വരുന്ന ഒരാളാണോ? ചൂടാവുന്ന ഒരാളാണോ? അങ്ങനെ പെട്ടെന്ന് ചൂടാവില്ല, എങ്കിലും കുറച്ചേരൊക്കെ എന്തെങ്കിലും കണ്ടു കഴിയുമ്പോൾ അടുപ്പിച്ചു പിടിക്കാം. കുറച്ചു നേരമൊക്കെ എന്തെങ്കിലും കണ്ടു കഴിയുമ്പോഴേ ചൂടാവുള്ളൂ, പെട്ടെന്നൊന്നും ചൂടാവില്ല. എങ്കിൽ ബിഗ് ബോസിൽ ഒരുപാട് ക്ഷമയുണ്ടായി. ഈ 3 പേരില് 3 മക്കളിൽ ഒരാളാണ് അല്ലെ? സോ അങ്ങനത്തെ ഏറെ വിശേഷങ്ങളും ഒക്കെ ഉണ്ടായിരിക്കും മക്കളിൽ. ജിൻഡോ ചേട്ടനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ക്വാളിറ്റി ആണ്, ഏറ്റവും ഉള്ള ഒരു ഗുണം എന്താ ഏറ്റവും മറ്റു മക്കളിൽ നിന്ന്? അല്ലെങ്കിൽ ജിൻഡോ ചേട്ടനെ കണ്ടു പഠിക്കുന്നൊക്കെ പറയാറുള്ള ഒരു കാര്യം എന്താ മറ്റുള്ളവരോട്? അവനൊറ്റയ്ക്ക് നിന്ന് കളിക്കണോ ജയിക്കണോ, നല്ല കഴിയണം അവന്റെ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട്, വോട്ട് കിട്ടുന്നുണ്ട്, എല്ലാവരും സപ്പോർട്ടുണ്ട്. അതുകൊണ്ട് വിജയിക്കുന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഉറപ്പുണ്ടായിരുന്നു? അത് കണ്ടു. അപ്പച്ചൻ എവിടേക്കോ ആലോചനയിലാണ്. നമ്മുടെ മകൻ ജയിച്ചു വരണമെന്ന് ഒരു ആഗ്രഹമില്ലാത്ത ആരും ഉണ്ടാവില്ല. ഇല്ല. അത് ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോഴേ നമുക്ക് ഉറപ്പായി. ഇവിടുന്ന് പോകുമ്പോ തന്നെ അത്രയും ഉറപ്പിച്ചിട്ടാ പോകുന്നേ. പക്ഷെ അവിടെ കാണുന്ന സമയത്ത് നമ്മൾ കണ്ട ആ ഗെയിമിലും കളികളിലൊക്കെ മാറ്റം വരുന്നുണ്ട് അല്ലെ? നമ്മൾ ചില സമയങ്ങളിലൊക്കെ ആ പ്രതീക്ഷ എല്ലാവരും കളിച്ച് ജയിക്കണമെന്ന് വിചാരിച്ച നമ്മൾ പോകുന്നത്. അതായത് ബുദ്ധിപൂർവ്വം കളിക്കുക, അതന്നെ ചെയ്തുകൊണ്ടിരുന്നത്. ഏതെങ്കിലും ഒരു സമയം പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാതെ വരുമോ? അല്ലെങ്കിൽ നമ്മളുടെ ഒരു പ്രതീക്ഷ എവിടേക്കോ കൈവിടുന്ന പോലെയൊക്കെ തോന്നിയിരുന്നോ ഏതെങ്കിലും സമയത്ത്? ചില സമയങ്ങളിലൊക്കെ ഭയങ്കര വിഷമം തോന്നിയ രംഗങ്ങളൊക്കെ ഉണ്ടായതല്ലോ. അതൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര വിഷമമൊക്കെ ആയിരുന്നു. പിന്നെ കുറെ 2 ആഴ്ച 3 ആഴ്ച കഴിഞ്ഞപ്പോൾ തൊട്ട് അതൊക്കെ പയ്യെ മാറി എന്നുള്ളത്. ഈ നമ്മൾ ഇത്രയും ദിവസം വീട് വിട്ട് മാറി നിൽക്കുമ്പോൾ അത്രത്തോളം ഇഷ്ടപ്പെടുന്ന ഒരു പാരന്റ്സ് ആണല്ലേ? ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കാൻ ആഗ്രഹമുള്ള ഒരാൾ കൂടി ജിൻഡോ ചേട്ടൻ. ഈ അകത്തിരിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ പ്രയാസം എന്ന് പറയുന്നത് ഇവരെ കാണാതിരിക്കലായിരുന്നു ശരിക്കും. പിന്നെ അതെന്താ അറിയോ, ഇപ്പൊ മറ്റുള്ളവർക്ക് പറഞ്ഞാൽ മനസ്സിലാവാത്തതിന്റെ കാരണം എന്താ പറയട്ടെ, നമ്മൾ ഗൾഫിൽ നമ്മളങ്ങനെ ചിന്തിക്കും, ഞങ്ങൾ 3 മാസമല്ലേ പോയിട്ടായുള്ളൂ, പിന്നെന്താ ഇങ്ങനൊരു ഫീലിംഗ് മനസ്സിലാക്കുന്ന വെച്ചാൽ
ഈ ഗൾഫിലൊക്കെ പോകുന്ന ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ പുറം രാജ്യത്ത് വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവർ പോകുന്നുണ്ടെങ്കിലും അവർ ഫോൺ വിളിക്കുകയും വീഡിയോ കോളും കോണ്ടാക്റ്റും കാര്യങ്ങളും ഉണ്ട്. മനസ്സിലാവുണ്ടോ? പല ആൾക്കാരും ഞങ്ങളെ ഈ പാരൻസ് വന്നപ്പോൾ കുറെ കമന്റ്സ് പറഞ്ഞു, പുറത്തിറങ്ങുമ്പോൾ കാണേണ്ടത്. പല ആൾക്കാരെ, എൻ്റെ മാത്രമല്ല പല ആൾക്കാരും പറഞ്ഞു, അതായത് ഇവരെന്താ ഒരു 2 മാസം പാരൻസിനെ കാണാതിരുന്നപ്പോൾ ഇവർ എന്താ ഇങ്ങനെ, ഇവരൊക്കെ ഫുൾ ആക്ടിങ് ആണോ, അതായത് സ്നേഹമുണ്ടോ? അതായത് പുറത്തൊക്കെ എത്രയോ ആൾക്കാർ എത്ര വർഷം കഴിഞ്ഞ് കാണുന്നു. അത് പറഞ്ഞാൽ അവർ കാണുന്നവർക്ക് അവർക്ക് ഫോണും സംസാരിക്കാനും വീഡിയോ കോളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നമുക്ക് ആരും ഇല്ലാത്തൊരവസ്ഥയുണ്ട്. അപ്പൊ നമുക്ക് എന്തെങ്കിലും വീട്ടിൽ സാധാരണ എന്ത് പ്രശ്നം വന്നാലും നമ്മൾ എത്ര വലുതായാൽ പോലും ചിലവർ പറയില്ലായിരിക്കും. ഇപ്പൊ നമ്മൾ പ്രശ്നങ്ങളുണ്ടെങ്കിൽ കൂടുതൽ അമ്മോടല്ലേ പറയാം. അതെ, മിസ് ചെയ്യും, അമ്മേനെ മിസ് ചെയ്യും, എല്ലാവരും ചെയ്യാറുണ്ടെന്നുള്ളതാണ്. എന്തായാലും വലിയ സന്തോഷങ്ങൾ പറഞ്ഞു അല്ലെ. ബിഗ് ബോസ് കിട്ടി, വിന്നറായി. ഇതേ വലിയ ആഘോഷത്തിന്റെ പേരിൽ ബർത്ത്ഡേ ആഘോഷം പറ്റി, തന്നെ ഇഷ്ടംപോലൊക്കെ പോകുന്നുണ്ട്. പിന്നെ അപ്പുറത്തേക്ക് ആഗ്രഹിക്കുന്ന ഒരു സന്തോഷം അമ്മയുടെ അപ്പച്ചന്റെ മനസ്സിലുണ്ട് ഇല്ലേ? ജിനുചേട്ടന്റെ കല്യാണം കൂടണ്ടേ? വേണ്ടേ? എപ്പോഴാ കൂടണ്ടേ? ഇരിക്കുന്നവരൊക്കെ കല്യാണം കൂടാനുള്ളവരാണ്. കല്യാണം വിളിക്കും, എല്ലാവരും വിളിക്കും, നടത്തും എന്നുള്ളത്. സോ ഒരു പക്ഷേ ഇനി നമ്മളെല്ലാവരും കൂടി കൂടുന്നുണ്ടെങ്കിൽ അത് അല്ല ജിനുചേട്ടന്റെ കല്യാണത്തിനായിരിക്കും. യെസ്. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച്. ഒത്തിരി സന്തോഷം. അമ്മയുടെ ബർത്ത്ഡേ ഈ ഒരു ജന്മദിനം ഇതേ വേദിയിൽ ഒപ്പം ആഘോഷിക്കാൻ പറ്റില്ല. ഒത്തിരി സന്തോഷം കൂടി അറിയിച്ചോട്ടെ ഈ ഒരു സമയം. യെസ്, താങ്ക് യു സോ മച്ച്. ആൻഡ് once again happy birthday. നേരിട്ട് കാണാൻ വേണ്ടി ഫാൻ ബോയ് തന്നെ എത്തിയിട്ടുണ്ട്. എവിടെ വീട്? ബിഗ് ബോസ് കാണാറുണ്ടോ? അച്ഛൻ നിന്നിട്ട് പറഞ്ഞു ഷെയ്ക്കാൻ്റെ കൊടുക്കാനാ. അപ്പൊ ഞാൻ കേറി പോയെന്ന് പറഞ്ഞാ. വെള്ളിച്ചേനാ? ഹാപ്പി അല്ലേ? അടുത്ത ബിഗ് ബോസിൽ പോണോ? 10 വർഷം കഴിഞ്ഞിട്ട് പോവാം. തീർച്ചയായിട്ടും നമ്മൾ പലപ്പോഴും പറയും അല്ലെ, അതിന്റെ കവർ പേജ് കൊണ്ട് അതിന്റെ മുഖപടം കൊണ്ട് ഒരു ബുക്കിനെ വിലയിരുത്തി എന്നുള്ള രീതിയിലേക്ക് പറയാറുണ്ട് അല്ലെ. ഞാൻ ഹേറ്റേഴ്സിനോടും പറയണ എല്ലാവരും. അതായത് നമുക്ക് അവർക്ക് അവിടെ ഒരു വിരോധമില്ല. എങ്കിൽ അങ്ങനെ ഒരാൾ, ഒരു സഹയാത്രിക ഇപ്പോ ജിനുചേട്ടനെ കാണാൻ വരണ്ടേ. എനിക്കൊപ്പം സഞ്ചരിക്കുന്ന ഒരു സഹയാത്രിക കൂടിയാണ്. ഇത് സമയം അത്തരത്തിൽ വിലയിരുത്തലുകൾ ഒരു മുൻവിധിയോട് കൂടി എടുക്കാൻ പാടില്ല എന്ന് മനസ്സിലാക്കിയിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ്. ക്ഷണിക്കട്ടെ, സ്വാഗതം ചെയ്യട്ടെ. യെസ്, ഒരു നല്ലൊരു ഐഡിയ കൊടുത്തേ. നിങ്ങളുടെ കട്ട ഫാനായി മാറിയിരിക്കാൻ. അതെ, ഇത് എപ്പോ മുതലെന്നും കൂടെ ചോദിക്കേണ്ടിയിരിക്കുന്നു അല്ലെ. തീർച്ചയായിട്ടും അതെനിക്ക് മറുപടി ഉണ്ട് പറയാൻ. മറുപടികൾ കുറച്ച് കേൾക്കേണ്ടിയിരിക്കുന്നു. തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും ഞാൻ കുറച്ച് കാര്യങ്ങളൊന്ന് പറഞ്ഞോട്ടെ. അതായത് നിന്ന് പറയണോ ഇരുന്ന് പറയണോ? കുറെ കൂടി ജസ്റ്റ് ഒന്ന് നിന്ന് പറഞ്ഞതിന് ശേഷം ഇരിക്കാം. എന്തായാലും പൂച്ചക്കുട്ടിയായിട്ട് വന്നൊരു പുലി, അതായത് ചീറ്റപ്പുലിയായിട്ട് മാറിയ ഒരു വ്യക്തി ഞങ്ങളുടെയൊക്കെ ഇൻസ്പിറേഷൻ ആണ്. സോ വെൽക്കം. ഭയങ്കര സന്തോഷം. അപ്പൊ കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. ചോദിക്കാമല്ലോ അല്ലേ? ഇരുന്നോളൂ ശരി, കുറച്ച് ഇരുന്നോളൂ. ചേട്ടാ യെസ്, എന്തായാലും കുറേയേറെ മാറ്റങ്ങളിലൂടെ എനിക്കൊന്ന് പല രീതിയിലുള്ള പരാമർശങ്ങളും വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു അല്ലെ. അത്തരത്തിലെ ചില തീരുമാനങ്ങളും അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ്സുകളും ശാരി ഇപ്പൊ മാറ്റേണ്ടിയിരിക്കുന്നു അല്ലെ, അല്ലെങ്കിൽ മാറിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ബിഗ് ബോസ് ഷോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ബിഗ് ബോസ് സീസൺ 6 എന്ന് പറഞ്ഞിരിക്കുന്നത് തീർച്ചയായിട്ടും വിവാദങ്ങളുടെ ഒരു ഷോ തന്നെയാണ്. അപ്പൊ അതിനോടനുബന്ധിച്ച് നടത്തുന്ന എല്ലാ ഷോസും വിവാദങ്ങൾ തന്നെ ആയിരിക്കും അല്ലേ. അപ്പൊ ഈ ജിൻഡപ്പൻ അല്ലെങ്കിൽ നമുക്ക് ജിൻഡോ ചേട്ടാ നമ്മൾ സ്നേഹത്തോടെ വിളിക്കുന്നത്, ഇപ്പം കേരളക്കരയാകെ അല്ലെങ്കിൽ ലോകം മുഴുവൻ ജിൻഡപ്പാന്ന് വിളിക്കാൻ ആഗ്രഹിക്കുന്ന വിന്നറാണ് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ഒറ്റയ്ക്ക് വഴിവെട്ടി വന്ന ഒരാളെന്ന് നമ്മൾ തീർച്ചയായിട്ടും, അല്ലെങ്കിൽ ഞാൻ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ്സ് പലയിടത്തും പേഴ്സണൽ ഫേവറേറ്റ്സ് പലരും ഉണ്ടായിരുന്നു. മാറും തീർച്ചയായിട്ടും. നമ്മള് വിജയികളെ അംഗീകരിച്ചേ പറ്റും. അതൊരു നഗ്ന സത്യമാണ്, സൂര്യനെ പോലെ സത്യം. എനിക്ക് നല്ല ഓർമ്മയുണ്ട്, ഞാൻ പറഞ്ഞത് നല്ല ഓർമ്മയുണ്ട്. ഞാനൊന്നും അത് തിരുത്തി ഞാൻ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം അത് എന്നെ കൊണ്ട് തിരുത്തിപ്പിച്ചു എന്നുള്ളതാണ്. ഞാൻ കട്ട ഫാനായി മാറി. കാരണം അദ്ദേഹത്തിനാകാമെങ്കിൽ ഇനി ആർക്കും അതാകാമെന്ന് തെളിയിച്ചു. തീർച്ചയായിട്ടും ആകാമെങ്കിൽ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഇങ്ങനെയൊക്കെ ഇപ്പൊ സായിപ്പിനെ കണ്ടപ്പോ സാഹിത്യത്തെ കണ്ട കവാ ഇങ്ങനൊന്നും പറയാൻ പാടില്ല. കുറച്ച് വീഡിയോ കാണിക്കട്ടെ. കാണിക്കൂ ധൈര്യമായിട്ട് കാണിക്കും.
ജിൻഡോ എന്ത് കാണിച്ചിട്ടാണ് നിൽക്കുന്നത്? ആ ഭീമസേനോട് എല്ലാം കാണിച്ചു നിൽക്കുക, ഒന്നും ചെയ്യുന്നില്ല. വെട്ടി ജയിച്ചു വരുന്ന ആളല്ലേ ജാസ്മിൻ. ഗബ്രി പോയപ്പോഴും ജാസ്മിൻ ഡൗൺ ആയില്ല. എന്താ പറയാ, അവർ തിളങ്ങുകയാണ്. ജിൻഡോയുടെ പ്രസംഗത്തെ വലിയ എന്താണ് സുഭാഷിതം എന്ന രീതിയിലാണല്ലോ ആൾക്കാർ പറയുന്നത്. അയാൾ ഭയങ്കര മോട്ടിവേഷൻ ആണ് ആൾക്കാർ പറയുന്നത്. അപ്പൊ പിന്നെ ജാസ്മിനെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നത് എന്താണ്? ജാസ്മിൻ എന്ന് പറഞ്ഞാൽ പവർഫുൾ ആയിട്ടുള്ള ഒരു പേര് തന്നെയാണ് ഈ BB6 അതിൽ ഒരു സംശയവും ഇല്ലാത്ത കാര്യമാണ്. ഇപ്പൊ റോഹൻ സമ്മതിച്ചാലും ഇല്ലെങ്കിലും റോഹൻ എന്താണ് ജാസ്മിൻ എനിക്കറിയാം. പക്ഷെ എന്തോ ജാസ്മിന്റെ പേര് ജാ എന്ന് പറയുമ്പോഴേ ചാടി ഏജൻസി ആണെന്നുണ്ടെങ്കിൽ അവിടെയുള്ളവരെല്ലാം കഴിവിട്ടവരാണോ? അവിടെ നിൽക്കുന്നവരൊക്കെ വളരെ ഫോർ എക്സാമ്പിൾ ജാസ്മിനൊക്കെ കഴിവുള്ളവരാ. അപ്പൊ അവിടെ ഇത്രയും എന്ത് മോശമാണ് ജാസ്മിൻ അവിടെ ചെയ്തത് കേക്കട്ടെ. മോശം കാര്യങ്ങൾ ഒന്നും കണ്ടിട്ടില്ല. ഇല്ല, ഒന്നും കണ്ടിട്ടില്ല, ഞാൻ അവിടെ കണ്ടിട്ടില്ല. എങ്കിൽ കൃത്യമായിട്ട് ഈ ചായയിൽ തുമ്മണതും തുപ്പി കൊടുക്കുന്നതും മോശം കാര്യം. ചായ മാറ്റി പിടിച്ച് തുമ്മൽ വന്നിട്ട് പുറത്തേക്ക് തുപ്പണം, ചായക്കല്ലേ തുപ്പുക? തുപ്പിയല്ലല്ലോ, തുമ്മിയതല്ലേ, അതങ്ങനെ തുപ്പലാണല്ലേ. ജാസ്മിൻ തുമ്മിയാലും നഖം കടിച്ചാലും ഉറങ്ങും കുളിച്ചാലും ഇല്ലേലും ഇതിന്റെയൊക്കെ പേരും പറഞ്ഞ് ഹേറ്റേഴ്സ് ആണ് അവർക്ക് കൂടുതൽ. പക്ഷെ എന്നാൽ അവിടെ ഗെയിം കളിക്കുന്ന ആരോടെ ശ്രദ്ധിക്കുകയോ അതിനെ പൊക്കി പറയുകയോ ചെയ്യാനായിട്ട് എന്നിട്ട് പക്ഷെ അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് അവളിപ്പോ ഇനി ഫൈനൽ വന്ന് നിൽക്കുന്നത്. ജാസ്മിൻ അത്രയുള്ള ജനപ്രീതി ഇല്ല 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 ജാസ്മിൻ അത്രയുള്ള ജനപ്രീതി ഗെയിം കളിച്ച് കപ്പ് ജാസ്മിന് കിട്ടുവാണെങ്കിൽ ഏറ്റവും ഡിസർവിംഗ് ആയിട്ടുള്ള വിന്നർ, അതായത് ഈ ഏറ്റവും ഇത്രയും സീസണിൽ ഏറ്റവും ഡിസർവിംഗ് ആയിട്ടുള്ള ലേഡി വിന്നർ ജാസ്മിൻ ആണെന്ന് തന്നെ പറയേണ്ടി വരും. ഈ നാഴിക്ക് 40 വട്ടം ജാസ്മിൻ ജാസ്മിൻ എന്ന് പറഞ്ഞ എപ്പോ മുതലാണ് ഈ അല്ല അത് ഞാൻ തുടങ്ങിയത്? അല്ല തുടങ്ങിയപ്പോഴേ ഞാൻ ജിൻഡോ ചേട്ടനോട് അതെ അല്ലേ, ഒരു എൻട്രി കൂടി കൊടുക്കേണ്ടിയിരിക്കുന്നു. ഞാൻ അതിൽ തന്നെ ഉറച്ചു നിൽക്കും. നമുക്ക് എല്ലാവർക്കും ഞാൻ ആദ്യമേ പറഞ്ഞു ഒരു പേഴ്സണൽ ഫേവറേറ്റ് എപ്പോഴും ഉണ്ടാവും. നമുക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ സംബന്ധിച്ചു എനിക്ക് റോഹനാണ് പേഴ്സണൽ ഫേവറേറ്റ്. ജിൻഡോ ആയിരുന്നു, ജിൻഡോ സാർ അല്ലെങ്കിൽ ജിൻഡോപ്പനായിരുന്നു. ഞാൻ നല്ല മത്സരാർത്ഥികളൊക്കെ അപ്പം നല്ല മത്സരാർത്ഥി തന്നെയായിരുന്നു ജാസ്മിൻ, ഇല്ല നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. എവിടെയൊക്കെ വാക്കുകളില്ല. അപ്പൊ ഒരു ടിഷ്യൂ തരട്ടെ? ടിഷ്യൂ ഒന്നും വേണ്ട, വേർക്കുന്നുണ്ട്. ടിഷ്യൂ ഒന്നും വേണ്ട. ഞാൻ അല്ല വെറുതെ ആണോ കപ്പ് കിട്ടിയത്? കളിച്ചിട്ടല്ലേ കപ്പ് കിട്ടിയത്? ഇതൊന്നും വിന്നറായി എന്ന് രാത്രി ശനിദശയിൽ ഇരിക്കുമ്പോ ഇതൊന്നും സമ്മതിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. സമ്മതിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കപ്പ് കിട്ടിയ ഒരാളുടെ കാലിബർ എന്താന്ന് അപ്പൊ സത്യത്തിൽ എനിക്ക് അറിയത്തില്ല, ഞാൻ അത് സമ്മതിക്കുന്നു. പക്ഷെ കപ്പ് കിട്ടിയ ആളുടെ നാൾവഴികൾ എന്താന്ന് തിരിച്ചറിഞ്ഞപ്പോ തീർച്ചയായിട്ടും അദ്ദേഹത്തെ നേരിട്ട് കണ്ട് ഒന്ന് അഭിനന്ദിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നതാണ്. ഞാൻ തന്നെയാണ് പ്രോഗ്രാം പിടിച്ചത്, എന്നെ കൂടെ ഈ ഷോയിൽ ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞിരുന്നത് ഞാൻ തന്നെ. കാരണം എനിക്ക് അദ്ദേഹത്തെ കണ്ടൊന്ന് കെട്ടിപ്പിടിക്കണമെന്ന് ആഗ്രഹമുണ്ട് എന്നുള്ളത് ഞാൻ പറയാം. തീർച്ചയായിട്ടും കണ്ടതിൽ ഒരുപാട് സന്തോഷം. അതായത് പലരും ബിഗ് ബോസിൽ പോയിട്ടാണ് മാറിയത്, ബിഗ് ബോസിൽ പോവാതെ മാറിയ ആളാണ്. നല്ലൊരു കൈ കൊടുത്തേ. അതെ തീർച്ചയായിട്ടും എന്റെയൊക്കെ ഇൻസ്പിറേഷൻ തന്നെ, പറയാതിരിക്കാൻ പറ്റത്തില്ല. അപ്പൊ എന്തായാലും എനിക്ക് തോന്നുന്നു ശാരികയുടെ വന്നത് കുറേയേറെ കാര്യങ്ങൾ ചോദിക്കാനും കൂടി വേണ്ടിയിട്ടാണ് അല്ലെ? തീർച്ചയായിട്ടും ഉണ്ട്. അപ്പൊ ചോദിക്കാം. പണിയായിട്ടുള്ള ഒന്നാണ്. യെസ്. അപ്പൊ എന്തായാലും ഒരു സെഗ്മെന്റിലോട്ടാണ് കിടക്കുന്നത് അല്ലെ? ആണ്, തുടങ്ങിക്കോളൂ. എന്താണ് സെഗ്മെന്റ്? എന്താണ് ടൈറ്റിൽ കാർഡ് സെഗ്മെന്റ്സ്? ടൈറ്റിൽ കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബിഗ് ബോസിൽ പറഞ്ഞാൽ മനസ്സിലാക്കാം. ബിഗ് ബോസിൽ താങ്കളുടെ ഒപ്പം ഉണ്ടായിരുന്ന മത്സരാർത്ഥികൾ, ഞാൻ പറയുന്ന പേരുകൾ ആർക്കാണ് കൂടുതൽ യോജിക്കുക ആ ഒരു സെനാരിയോ, അതായത് ടൈറ്റിൽ കാർഡ് സെലിബ്രോ അവർക്കൊരു ടൈറ്റിൽ കൊടുക്കുവാണ്. അപ്പോൾ അവരിൽ ജിൻഡപ്പൻ്റെ ഏറ്റവും അങ്ങനെ ഒരു പേര് ആർക്കാണ് അനുയോജ്യം അല്ലെങ്കിൽ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളതെന്നൊന്ന് പറയാം. പെട്ടെന്ന് പറയുമോ? തുടങ്ങട്ടെ. രാക്ഷസൻ എന്ന് പറഞ്ഞാൽ നന്നായിട്ട് ഏത് ബലത്തിലും കളിക്കുന്ന ഒരാൾ, ഗുഡ് പ്ലെയർ ആയിട്ടാണ് ഉദ്ദേശിക്കുന്നത്, അത് മോശമായിട്ടല്ല. ആരായിരുന്നു ആ ഹൗസിൽ അങ്ങനെ ഉണ്ടായിരുന്ന ഒരാൾ? തുടക്കം തന്നെ ഗംഭീര പേരാണ്. ജാസ്മിൻ നല്ല പ്ലെയറാണ്. നിങ്ങളൊരു കയ്യടി കൊടുക്കണം. കാരണം ജാസ്മിന് ജിൻഡപ്പം പറഞ്ഞണമെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ഒരു ക്വാളിറ്റി നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ ജിൻഡോ സപ്പോർട്ടേഴ്സ് ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങൾ ഹേറ്റേഴ്സിനെ പോലെ പെരുമാറുന്നത്. ജസ്റ്റ് നല്ലൊരു കയ്യടി കൊടുത്തേ, ഉറപ്പായിട്ട് കൈയടിക്കണം. കയ്യിൽ മൈക്കിളുള്ളതുകൊണ്ട് ചാരി കൈയടിക്കാത്ത പേര് വന്നപ്പോ കാരണം ആ പേര് പറയാനുള്ള അദ്ദേഹത്തിന്റെ വിനയം അത് തന്നെയാണ് അദ്ദേഹത്തെ കപ്പടിപ്പിച്ചതെന്ന് ഞാൻ പറയുന്നു പേഴ്സണലി. അടുത്ത ചോദിക്കാം. ഓന്ത് ചോദിച്ച ആളുടെ പേര് പറയാൻ പറ്റില്ല. ബാക്കി ആരെ പറയാം എന്ന് വെച്ചാൽ കളിക്കനുസരിച്ച് ഇങ്ങനെ സ്വഭാവം മാറ്റി കളികൾ ഗെയിം പ്ലാൻസ് മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്, അല്ലാതെ വേറെ അത് പോസിറ്റീവായിട്ടുള്ള ഇതിലെടുത്താൽ മതി. നമ്മുടെ ഗെയിമിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്ന ആൾക്കാർ, അതായത് ഒരു ഗെയിം കിട്ടുമ്പോൾ പെട്ടെന്ന് തന്നെ നിറം മാറ്റി അല്ലെങ്കിൽ വേറൊരു വള്ളത്തിലേക്ക് ചാടി പോകുന്ന ഓന്തിനെ പോലെ തന്നെ നിറം മാറി പോകുന്ന അങ്ങനെ ഒരാളെ തോന്നിയിട്ടുണ്ടോ? ആരാണ്? അങ്ങനെ ചോദിച്ചപ്പോ അവിടെ ആരെ പറയാ?
സിജോ നല്ല ഗെയിമറായിരുന്നു. ഓക്കെ. അവിടെ കുറച്ച് അത്യാവശ്യം സംസാരിക്കാനും നല്ല കഴിവുള്ള ആളാണ്. ഗെയിം ചെയ്യാനൊക്കെ കഴിവുള്ള അപ്പൊ ആളാണ്. യോന്തെന്ന് പറയുന്ന സിജോയ്ക്ക് ചേരുവോ? അതുകൊണ്ടെന്നാ ഞാൻ ഉദ്ദേശിച്ചത് നിറം മാറാന്നുള്ളതല്ല. ആ, okay. ഉദ്ദേശിച്ചത് അതായത് നന്നായിട്ട് കളിക്കും. അദ്ദേഹത്തിന് കളിക്കാൻ അറിയാം. അല്ലാണ്ട് ചുമ്മാ റോങ് ആയിട്ട് കളിക്കാൻ ഉദ്ദേശിച്ചല്ലോ. Okay. ഇത് മീൻസ് അദ്ദേഹത്തിന് സിജോയ്ക്ക് നല്ല ഗെയിമറാണ്. Okay. സിജോ എവിടെയോ പാളിപ്പോയതാണ്. അദ്ദേഹത്തിന്റെ ഫസ്റ്റ് വന്നപ്പോ എന്റെ ഒരു ഫസ്റ്റ് പേര് ലിസ്റ്റിൽ സിജോ ഉണ്ട്. ഓക്കെ. അടുത്ത് മൂങ്ങ. രാത്രി മാത്രം ഉറങ്ങാതിരുന്ന് ഉറക്കം ഉളച്ചിരുന്ന് ഗെയിം പ്ലാൻ ഒക്കെ ചെയ്ത് കളിക്കുന്ന ഒരാൾ അങ്ങനെ ഉണ്ടായിരുന്നു അവിടെ ഹൗസില്? രാത്രി എത്രത്തോളം പണിയൊപ്പിച്ചുകൊണ്ടിരിക്കുന്ന പ്ലാനിങ് ആണോ? അതെ അതെ തീർച്ചയായിട്ടും. ഇത് ശരിക്കും അടിയുണ്ടാക്കുമെന്നാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആ വള്ളത്തിൽ നിന്ന് മാറി. ഞാൻ തീർച്ചയായിട്ടും താങ്കളെ ഇപ്പൊ തീർച്ചയായിട്ടും ആരാധിക്കുക, ബഹുമാനിക്കുന്നു. ആരാധനേക്കാൾ എനിക്ക് ബഹുമാനമാണ് തോന്നിയത്. കാരണം താങ്കളുടെ ആ ഒരു നാൾവഴികൾ അറിഞ്ഞപ്പോഴും താങ്കളുടെ വിനയം തീർച്ചയായിട്ടും സ്ത്രീകൾ, അത് ഞാൻ അതിലേക്ക് വരാം. ഇത് ഈ സെഗ്മെന്റിന് ശേഷം എനിക്ക് പേഴ്സണൽ വേറെ കുറച്ച് കാര്യങ്ങൾ ഒരു പേപ്പർ എടുത്ത ശാരിക ചിന്തനെ കുറിച്ചൊരു കവിത ചെയ്തു. വാക്കുകൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും പറയൂ. മൂങ്ങാരാണ്? മൂങ്ങയായിട്ട് അവിടെ ആരെ പറയാൻ പറ്റുക? അർജുൻ നന്നായിട്ട് ചിന്തിക്കണ ആളാ. ഓക്കെ ഓക്കെ നന്നായിട്ട് ചിന്തിക്കും. ഓക്കെ. മരം കൊത്തി, അതായത് ആൾക്കാരുടെ ഇടയിൽ ചെന്ന് കുത്തി ചെന്ന് കളികൾ കളിച്ചോണ്ടിരുന്ന ഒരാള്, അങ്ങനെ ഉണ്ടോ? ആരൊരു പേര് വന്നു, ആരുടെയോ പേര് മനസ്സിലേക്ക് വന്നു, പെട്ടെന്ന് മനസ്സിന്റെ കണ്ണാടി. അതെ, വന്ന പേര് തന്നെ പറഞ്ഞോളൂ. ആൾക്ക് ആള് മരം കൊത്തി വെച്ചാൽ ആൾക്ക് ഗെയിം പ്ലാൻ എല്ലാവരോടും പറയും. അതെ, അങ്ങനെ അത്രേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നുമില്ല. ആരാണ്? ആളെ പറയുള്ള മതി, സൂചന തന്നാ മതി. ഓക്കെ ഓക്കെ. പൂവൻകോഴി. അതെന്ത് അർത്ഥത്തിലാണെന്ന് പൂവൻകോഴി എന്ന് പറഞ്ഞാൽ തീർച്ചയായും വ്യക്തത കൊടുക്കേണ്ടിയിരിക്കുന്നു അല്ലേ? കിടന്ന് നല്ല സന്തോഷം, എപ്പോഴും സ്ത്രീജനങ്ങളുടെ ഇടയിൽ കിടന്ന് അങ്ങനെ. ആരാന്നറിയാലോ ഗർഭിണിയില്. ഓക്കെ. കഴുകൻ ഇൻ ദ സെൻസ് ബാഡ് ഗെയിമർ ആണ്, അതായത് ജയിക്കാൻ വേണ്ടി എന്ത് വൃത്തികെട്ട കളിയിൽ ഏതറ്റം വരെയും പോകുന്ന ഒരു ഗെയിമർ, അങ്ങനെ ഉണ്ടായിരുന്നു. അത് കളിക്ക് വേണ്ടി. ഞാൻ തന്നെയാ ഏതറ്റം വരെ പോർന്നു. എക്സ്ട്രീം ലെവൽ അല്ലേ? എക്സ്ട്രീം ലെവൽ വരെ പോകും. നിങ്ങൾ എന്താ കൈയടിക്കാതിരിക്കുന്നത് ഇങ്ങനെ? അദ്ദേഹത്തിന്റെ അഭിനയത്തിനെ ഇപ്പൊ ഞാനാണല്ലോ ഇപ്പൊ നായികയായിട്ട് ഇവിടെ സംസാരിക്കുന്നത്. ഞാൻ ജാസ്മിന്റെ സപ്പോർട്ടറാണ്. എന്താ രോഹൻ കൈയടിക്കുന്നത്? ഞാൻ കൈയടിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ അതാ ഹൃദയത്തിൽ നിന്ന് വരുന്ന. അടുത്തത്, കുരയ്ക്കുന്ന പട്ടി കടിക്കില്ല, അങ്ങനെ ഒരാളുണ്ടോ? എപ്പോഴും ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കും ഞാൻ അത് ചെയ്യും ഇത് ചെയ്യും, പക്ഷെ സംസാരത്തിലുണ്ട്, പ്രവൃത്തിയിലില്ല. അതെ, ശരിക്കും അതാരാ? ഇതെന്താ പറയുക, ഇത് ശരിക്കും അടിയുണ്ടാവുന്ന പ്രശ്നമാണ്. നിങ്ങള് ടേംസ് അയക്കണത് മിക്കവാറും നിങ്ങളെ എനിക്കിട്ട് പണി തരാനൊക്കെ. ഒരിക്കലും ഞാൻ ആരാധികയുടെ സ്ഥാനത്ത് തന്നെ ഇരിക്കുന്നത്. അതിൽ ഒരിക്കലും ജിന്റെ പണി തരത്തില്ല, അത് എന്റെ വാക്കാ. ഇത് ഇടയ്ക്കിടയ്ക്ക് ഞാൻ കക്കുന്നില്ല കൊണ്ട് കട്ടോണ്ടിരിക്കുകയാണ് ഞാൻ. ഒരിക്കലും ഇല്ല. പറയൂ. ഇപ്പോഴും മടുക്കട്ടെ, നിങ്ങൾ ജിൻഡോ ചേട്ടൻ ജയിച്ചതിന്റെ വിഷമാണ് എന്നോട് കാണിക്കുന്നത്. ജയിച്ചതിന്റെ സന്തോഷത്തിലല്ലോ ഇവിടെ ഇരിക്കുന്നത് അല്ലേ? അവിടെ അങ്ങനെ ഒരു മറുപടി ഇല്ല. കാരണം അവിടെ എല്ലാവരും അത്രയും നല്ലൊരു മെറ്റീരിയലിനാണ് 25 പേരെയും ഏഷ്യനെറ്റോടെ കയറ്റിയിട്ടാണ്. അവിടെ കുറയ്ക്കുന്ന പട്ടി കടിക്കും, കടിക്കാത്ത പട്ടികളില്ല. നല്ല സൂപ്പർ റിപ്ലൈ ആണ് കേട്ടോ. ഇതിനൊക്കെ കയ്യടി കൊടുക്കേണ്ടതാണ് നിങ്ങൾ. ഇവിടെ ഗെയിമാണ് നടക്കുന്നത്. അടുത്തത് കാക്ക. എപ്പോഴും ചെലവില് സംസാരിച്ചോണ്ടിരിക്കുന്നത്, എപ്പോഴും ഫുൾ ഫ്രണ്ടില്. അതെ അതെ, അടിപൊളി. രതീഷേട്ടൻ ഉണ്ടാ. ഓക്കെ. സുന്ദരി കോത, എപ്പോഴും മേക്കപ്പ് ഫുൾ ടൈം. നമ്മുടെ ക്യൂട്ടെന്ന് വിളിക്കുന്നത് നമ്മുടെ ശ്രീധർ തന്നെയാണ്. ഓക്കെ. വെള്ളരിപ്രാവ്, അതായത് സമാധാനമാണ് പുള്ളിക്ക്. അങ്ങനെ സമാധാനം, എപ്പോഴും വഴക്കൊന്നും വേണ്ട, എന്നാലൊരു ഇതിലായിട്ട് ഗെയിം കളിക്കാൻ സൈലന്റ് ആയിട്ട്. ശ്രീലേഖ ചേച്ചി എന്റെ നല്ല ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നല്ലോ. നമുക്ക് ഞങ്ങളിരുന്ന് സംസാരിക്കുമ്പോൾ ഒരു അവിടെ ഗെയിം പ്ലാനൊന്നും നല്ല സംസാരിക്കണം. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 24 മണിക്കൂറും ഗെയിമായിട്ട് നമ്മളവിടെ ഉള്ളിൽ നിൽക്കണേ. അപ്പൊ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് വിശേഷവും കാര്യങ്ങളും ഒക്കെ പറയണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരാളായിരുന്നു എനിക്ക്. ഷെയർ ചെയ്യാൻ പറ്റുന്ന ആളായിരുന്നു. ഭയങ്കര സൈലന്റ്. ശരിക്കും സമാധാനം തന്നെയാണ് സ്പ്രെഡ് ചെയ്തുകൊണ്ടിരുന്നത് ചേച്ചിയോടെ. ഞാനും സപ്പോർട്ട് ചെയ്യായിരുന്നു, ചേച്ചി എന്നെയും സപ്പോർട്ട് ചെയ്യായിരുന്നു. നല്ലൊരു അപ്പോഴും ഞാൻ ആളെയും നല്ലൊരു ഗെയിമറായിട്ട് കണ്ടാണ്. അല്ലാണ്ട് ആ സമയത്ത് മാത്രമേ ഉള്ളൂ ഞങ്ങൾ സംസാരം. പിന്നെ അത് കഴിഞ്ഞ് ഗെയിം പോണോ. ഓക്കെ. ആ സെഗ്മെന്റ് നമ്മൾ അവസാനിച്ചിരിക്കുന്നു. ഇനി ഒരു സെഗ്മെന്റ് കൂടെ ഉണ്ട്, അത് പെട്ടെന്ന് കഴിയും. ചോദിക്കട്ടെ. ചക്കിക്കൊത്ത ചങ്കരൻ എന്നാണ് സെഗ്മെന്റിന്റെ പേര്. ഒരാളുടെ പേര് പറയും, ഒരു കാൻഡിഡേറ്റ് പേര് പറയും. അപ്പൊ അവർക്ക് ചേരുന്ന ചങ്കരൻ ആരാണെന്ന് ജിൻഡപ്പോ പറയണം. ബിഗ് ബോസ് വീട്ടിലെ ചങ്കരൻ മീൻസ് ചക്കിക്കൊത്ത ചങ്കരൻ, അവർക്കൊപ്പം നിന്ന് തുള്ളുന്ന ഒരാള്. അവിടെ അതെ, എനിക്കിപ്പോ റോഹനാണല്ലോ ചക്കിക്കൊത്ത ചങ്കരൻ. എന്നാലും നമ്മൾ ഒരേ സഹയാത്രിക ഇടയ്ക്കിടയ്ക്ക് ഒട്ടുന്നുണ്ട് കേട്ടോ, നമുക്ക് കാണാം. അപ്പൊ പറയട്ടെ, അത് മെയിലോ ഫീമെയിലോ ആരും ആവാം അല്ലേ? അതെ, മെയിലോ ഫീമെയിലോ ആരാവാം. നമ്മുടെ കണ്ടസ്റ്റൻസ് തന്നെ. BB6 ഋഷി.
ഇത് പ്രഥമ ദൃഷ്ടിയിൽ പെട്ടെന്നൊരു ചിത്രം വരുന്നുണ്ടെങ്കിലും പറയാൻ തയ്യാറാവുന്നില്ല, എവിടേക്കോ ഡിപ്ലോമാറ്റിക് ആയിട്ട് നിൽക്കുന്നുണ്ട്. ജിൻഡോ ആണ്. ജിൻഡോ എല്ലാം ഏറ്റെടുക്കുകയാണോ എന്നൊരു സംശയം. അഭിനയം പുറത്തിറങ്ങിയിട്ട് ഭയങ്കരമായിട്ട് ആൾക്കാർക്ക് ഞാൻ തൊള്ളാറുണ്ട് പുള്ളി പറയും. ഓ ശരി ശരി ഇത് വേറെ ആരെങ്കിലും പേര് പറയാതിരിക്കാൻ വേണ്ടി മറ്റുള്ളവർക്ക് വേണ്ടി കുരിശിൽ കയറുന്നില്ലല്ലോ. അതാണ് ചോദിച്ചത്. ഇല്ല ശ്രീതു ശ്രീതു സീതുവിന്റെ അത്യാവശ്യം നല്ല ബെസ്റ്റ് ഫ്രണ്ടാണ് നമ്മുടെ എന്താ പറയാ അർജുൻ. ജാസ്മിൻ, കെപ്രി, ജാൻമണി, ജിൻഡോ, ശ്രീരേഖ, ഇതിലൊക്കെ ചേച്ചിയും അത്യാവശ്യം ജാൻമണി തന്നെ. ജാൻമണി. ആ ഫ്രണ്ട്ഷിപ്പ് ബോണ്ട് ആക്കിയത് ഞാനാണ്. കാരണം ജാൻമണിക്ക് ഏറ്റവും കണ്ടുകൂടാത്തൊരു ആള് അതൊക്കെ വരുന്നു. കാരണം പവർ റൂമിൽ വെക്കുന്ന സമയത്തൊക്കെ പവർ റൂമിൽ ഒറ്റയ്ക്ക് പ്രശ്നങ്ങൾ ഇറങ്ങി പോണ ശ്രീരേഖ ചേച്ചിനെ നിങ്ങൾ കണ്ടണേ. ഈ ജാൻമണിയായിട്ട് ഭയങ്കര പ്രശ്നം നടന്നു. ഇത് രണ്ടുപേരും എൻ്റെ കൂട്ടുകാരാണ്. ഓട്ടോമാറ്റിക്കായിട്ട് ഈ ശ്രീരേഖ ചേച്ചിയോട് ഞാൻ ജാൻമണിയോട് പറഞ്ഞ് മനസ്സിലാക്കി രണ്ടുപേരോടും പറഞ്ഞ് മനസ്സിലാക്കി. ജാൻമണി പുറത്ത് പോണ സമയത്ത് ജാൻമണി മറ്റേ അവരുടെ പവർ ബാഡ്ജ് കൊടുത്തത് അദ്ദേഹത്തിനാണ്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ആ സ്നേഹം അവിടെ വന്നു. നമ്മൾ പറഞ്ഞു കൊടുത്തതിന് ഗുണം ഉണ്ടായി എന്ന് തോന്നിയത്. കാരണം അപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് പറഞ്ഞാൽ നമ്മളോട് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർ രണ്ടുപേരും തമ്മിൽ അടിക്കുമ്പോൾ അപ്പം നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് നിൽക്കുകയാണെങ്കിൽ പുറത്ത് പ്രേക്ഷകർ കാണുമ്പോൾ എന്താ ചിന്തിക്കുക പറഞ്ഞാൽ ഞാൻ ഇവിടെയും കളിക്കുന്നുണ്ട്, ഞാൻ അതിനകത്തൊരു വില്ലനായിട്ട് മാറാണ്. പക്ഷെ ഇവർ തമ്മിൽ ഒന്നിച്ചാൽ നമുക്ക് കുഴപ്പമില്ല. അപ്പം നമ്മൾ അങ്ങനെ നോക്കാറുള്ളൂ. എന്താ ലിസ്റ്റ് കഴിഞ്ഞോ? ഇല്ല, ഒരാൾ കൂടെ ഉണ്ട്. ദ ഗ്രേറ്റ് ബിഗ് ബോസ്. ബിഗ് ബോസിന്റെ ഇഷ്ടത്തിന് അനുസരിച്ച് തുള്ളുന്ന ചങ്കരനോ ചങ്കരിയോ അവിടെ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ആരുടെങ്കിലും ഇഷ്ടത്തിനനുസരിച്ച് ബിഗ് ബോസ് തുള്ളുന്നുണ്ട്, അങ്ങനെയാവാം അല്ലേ? അതെ, അങ്ങനെയാവാം. ബിഗ് ബോസിന് തന്നെ നിർദ്ദേശങ്ങൾ കിട്ടാൻ ഡയറക്ടർമാരുണ്ടാവും. തീർച്ചയായിട്ടും ആ ഡയറക്ടർമാർ അവർ സംസാരിക്കും. അവരെന്താണ് സംസാരിക്കേണ്ടതെന്ന് അവരുള്ള മനസ്സിൽ ആരെങ്കിലും അങ്ങനെ അത്തരത്തിലുണ്ടായിരുന്നു, അല്ലെങ്കിൽ അവർക്ക് കുറെ കൂടി അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് തുള്ളുന്ന കുറെ കൂടി ഫാബ്രിക്സും കാണിക്കുന്ന? എനിക്ക് തോന്നിയില്ല. അത് നമുക്ക് എല്ലാവരും കോമഡി പറയണതാണ്. നമ്മള് കോമഡി കാണിക്കും. അത് വരുമ്പോൾ അത് തുറക്കും, ഇത് വരുമ്പോൾ അത് ചെയ്യും, ഇത് ചെയ്യും, അല്ലെങ്കിൽ അത് വരുമ്പോൾ ഫുഡ് വരും, അത് വരും, അങ്ങനെ വരും എന്നൊക്കെ പറയുന്നതൊക്കെ നമ്മളുടെ ഒരേ ചുമ്മാ വീട്ടിലിരിക്കുമ്പോൾ എന്തെങ്കിലും പറയണ്ടേ, അല്ലാതെ നടക്കണ കാര്യമല്ല, നടക്കില്ല. അപ്പൊ എന്തായാലും ചോദ്യങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. വ്യക്തിപരമായിട്ട് എന്തൊക്കെയോ ചോദിക്കാൻ കണ്ട് ചോദിക്കാനായിട്ട് എനിക്ക് വിചാരിച്ചിരുന്ന കാര്യം, അതായത് ബിഗ് ബോസിൽ ചെയ്യേണ്ടിയിരുന്നില്ല എന്ന്, ബിഗ് ബോസ് ഹൗസിനകത്ത് ചെയ്യേണ്ടിയിരുന്നില്ല എന്ന് തോന്നിയ ഒരു പ്രവൃത്തി ഉണ്ടോ? ചെയ്യേണ്ടിയിരുന്നില്ല, പുറത്തേക്ക് വന്നിട്ടൊരു ഒരു കുറ്റബോധം, ഒരു റിഗ്രറ്റ്സ് ഉണ്ടായ ഒരു സംഭവം ഉണ്ടോ? നോറോട് ഞാൻ ചെയ്തില്ലേ? നോറോട് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോറയുടെ സംസാരത്തിലാണ് നമ്മുടെ പ്രശ്നം. എന്താ കാരണം വെച്ചാൽ നോറ സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ആളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, വേണമെങ്കിൽ ഒരു അരമണിക്കൂർ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പം നമുക്ക് ഓപ്പോസിറ്റ് പറയാൻ ആൾ സമയം തരില്ല. അത്രയ്ക്ക് ദേഷ്യം വരുമ്പോൾ നമ്മൾ ചെയ്യണത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞാൻ ഏത് വഴിയും അവിടെ പോകുമായിരുന്നു. നമ്മുടെ എതിരാളിനെ നമ്മൾക്ക് അടിക്കാൻ പറ്റിയ ഏത് വഴി നമ്മൾ നീങ്ങുമായിരുന്നു. അത്രേ ഉള്ളൂ. താങ്ക് യു വെരി മച്ച്. എനിക്ക് എന്തായാലും എന്റെ ആരാധനാ പാത്രത്തെ നേരിട്ട് കാണാൻ സാധിപ്പിച്ച നിങ്ങൾക്ക് നന്ദി. ഞാൻ ഒന്നുകൂടെ ഹെൽപ്പ് ചെയ്തോ. താങ്ക് യു. ഞാൻ പൂവായിട്ട് പറഞ്ഞു കേട്ടോ. താങ്ക് യു. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പൊ ഇതിന് ട്രീറ്റ് ഉണ്ട്. ദ റിയൽ ലൈഫ് ഹീറോ ഈസ് ജിൻഡോ. സംശയമില്ലാത്ത കാര്യത്തില്ല.